ഈ ബിഗ് ബോസ് മലയാളം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്താണ് ഈ ബിഗ് ബോസിൽ കാണിക്കുന്നത്? ഞാൻ ഈ റീസെൻ്റ്ലി ബിഗ് ബോസ് വളരെ ഇഷ്യൂ എന്നുള്ള കുറേ ന്യൂസുകൾ കണ്ടപ്പോൾ എന്താണ് ബിഗ് ബോസ് എന്നറിയാനൊന്ന് വാച്ച് ചെയ്താൽ എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ റിയാലിറ്റി ഷോയിലൂടെ പബ്ലിക്കിന് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നത്? എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു കോർണറിൽ അതാ തോപ്പിലിരിക്കുന്ന കപ്പിൾസ്, പിന്നെ അതേ സൈഡിൽ പറഞ്ഞ് മുകളിൽ പറഞ്ഞ് ജയിക്കാൻ നോക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നും. ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോയോ? എന്തെങ്കിലും റിയാലിറ്റി ഷോ വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഗുഡ് മെസ്സേജ് ഉണ്ടാകണം, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കുറേ പേര് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരാൾക്ക് കപ്പ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പഴയ ബിഗ് ബോസുകളൊക്കെ എടുത്തു നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുമായിരുന്നെങ്കിൽ ഫസ്റ്റ് പേളി മാണി എന്ന് പറഞ്ഞ ആ ആയിരുന്നു കൊടുക്കേണ്ടത്. കാരണം പ്രശ്നങ്ങൾ ഒത്തിരി വരുമ്പോൾ ഭയങ്കര കച്ചറയും പ്രശ്നങ്ങളും ആക്കി പുള്ളി അത് വലുതാക്കുന്നില്ല. ഇരുന്ന് കരഞ്ഞ് അത് മനസ്സിൻ്റെ വിഷമങ്ങൾ കരഞ്ഞു തീർക്കുന്നതല്ലാതെ ആർക്കും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു ഗുഡ് മെസ്സേജാണ് ആ കുട്ടി അതിൽ കൊടുത്തത്, ആ വ്യക്തി അതിൽ കൊടുത്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ബിഗ് ബോസിലിപ്പോൾ നിങ്ങൾ എന്താണ് എനിക്ക് അതോറിറ്റിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, മനസ്ഥിതി ഉണ്ടാകണം. പക്ഷേ അവിടെ അന്നേരം എല്ലാവരും കൂടി അലച്ച് സംസാരിച്ച് എൻ്റെ അമ്മോ എന്തൊരു കച്ചറ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആത്മസംയമനം പാലിക്കാൻ ആർക്കാണ് കഴിവുള്ളത്? കാര്യങ്ങൾ എന്നാൽ മടി കൂടാതെ എല്ലാവരോടും ചങ്കം തുറന്ന് പറയാൻ ആർക്കാണ് കഴിവുള്ളത്? അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടി ചാടിക്കയറി തലയിൽ കയറുമ്പോൾ അവിടുന്ന് ഒരു യാതൊരു പ്രശ്നങ്ങളും സൃഷ്ടിക്കാതെ ഒച്ചയും ബഹളവും എടുക്കാതെ ആത്മസംയമനം പാലിക്കുന്നത് ആരാണ്? അങ്ങനെയൊക്കെ നോക്കി വേണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ഇത് കുറേ ചാടിക്കളിച്ച് ഇന്ത്യമ്മോ എന്തൊരു കച്ചറയാണ്. ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് സീസൺ 1 എടുത്ത് ഞാൻ കുറേ കണ്ട്. അപ്പോഴാണ് എന്താണ് ഒരു ആങ്കർ ഉണ്ടല്ലോ, ഒരു ലേഡി, രഞ്ജിനി ഹരിദാസ്, പിന്നെ എന്താണ് അങ്ങനെ എങ്ങാണ്ടൊക്കെ കുറേ പേരുള്ള, പിന്നെ എൻ്റെ അമ്മ അവരുടെയൊക്കെ ഒച്ചയും പോലെ എന്താണ് ഒച്ച ഉണ്ടാക്കുന്നത്, ഭയങ്കര കലബല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെസ്സേജാണോ പബ്ലിക്കിന് കൊടുക്കേണ്ടത്? അപ്പോൾ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ആ വാഴത്തോപ്പിലിരിക്കുന്നതിൽ ആ കപ്പുള്ള പെൺകുട്ടി എന്തൊച്ചയും ബഹളം എടുക്കുന്നത്? അവർ രണ്ടും എന്ത് ഗുഡ് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. നല്ല കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റം, എന്നാലേ എന്താ പറയുക, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ. എനിക്കതിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എനിക്ക് കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അൻസിബ, ഋഷി അവരുടെ ഫ്രണ്ട്ഷിപ്പ് വെരി ഗുഡ്, നല്ല ഡീസൻറ്റ് ഫ്രണ്ട്ഷിപ്പാണ്. അതായത് നല്ല അതിൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഇത് വീഡിയോസാണ് അവരുടെ ഇതിൽ കാറ്റഗറിയിൽ വരുന്നത്. അല്ലാതെ കോമ്പിനേഷനായിട്ടുള്ള ഒന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയില്ല. പിന്നെ എന്താ പറയുക, ജിൻഡോ കോമഡിയൊക്കെ എടുക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്, പയ്യൻ കൊള്ളാം. പിന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ ക്വയറ്റാണെങ്കിലും കാര്യങ്ങൾ തുറന്നടിച്ച് പറയാനുള്ളൊരു ഗട്ട്സ് ഉണ്ട് അൻസിബയ്ക്ക്. ക്ലിയറായിട്ട് പറയുന്നുണ്ട്, എന്നാൽ വഴക്കിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല ആ കുട്ടി. നല്ല ഡീസൻ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമായി ആ കണ്ടസ്റ്റൻ്റ് അൻസിബ. പിന്നെ ഋഷി ഒത്തിരി ഇഷ്ടമായി, രണ്ടുപേരും ഒത്തിരി ഇഷ്ടമായി. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ടല്ലോ,
ജെന്യുവനായിട്ട് എനിക്ക് തോന്നുന്നില്ല, പുറകിൽ നിന്ന് കുത്തുന്നവരായിട്ട് എനിക്ക് തോന്നുന്നത്, പുറകിൽ നിന്ന് കുത്തുക. പിന്നെ ജിൻഡോ അങ്ങനെ എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. ഈ 3 പേരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വളരെ ഒരു നല്ലൊരു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ പ്രോത്സാഹനം അല്ല എന്തെങ്കിലും കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരാണ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം കാര്യങ്ങൾ തുറന്ന് പറയുന്നു, എന്നാൽ ആവശ്യമില്ലാത്തതിൽ പോയി തലയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല, ഒച്ചയും ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാവരും കൊള്ളും. പിന്നെ സിബിൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിൽ എന്താ പറയുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, എന്താണ് കണ്ടൻറ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നതെന്ന്. അതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്താണ് കമ്മ്യൂണിറ്റിക്ക്, സൊസൈറ്റിക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്? കുറേ പേര് ഒന്നിച്ച് ജീവിക്കുന്ന. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് അവർ മെസ്സേജ് കൊടുക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, കുറേ പേര് ഒന്നിച്ച് ജീവിക്കുമ്പോൾ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കാമെന്ന് കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, മനുഷ്യർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു വഴിയാണ്. അതിൽ ബെസ്റ്റായിട്ടുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അല്ല പ്രൈസ് കൊടുക്കുക. അതുപോലെ എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ആത്മസംയമനം പാലിക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? കാര്യങ്ങൾ തുറന്നു പറയാനുള്ളത്, ഒളിച്ചോടാതെ കാര്യങ്ങളുടെ ധൈര്യത്തോടു കൂടി തുറന്നു പറയാനും സത്യം തുറന്നു പറയാനും ഒക്കെയുള്ള ചങ്കൂറ്റം, അതൊക്കെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സൊസൈറ്റിയിൽ നല്ല നല്ല കെട്ടുറപ്പുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കാനായിട്ട് ഈ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിൽ നിന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അല്ലാതെ അവർ കാണിക്കുന്ന ഈ കുത്തിത്തിരിപ്പും എന്താ പറയുക, പുറകിൽ നിന്ന് കുത്തും, അതും പിന്നെ ചതി വഞ്ചന, അതൊന്നും നുണ, അതൊന്നും അതിൽ നിന്ന് കോപ്പി അടിച്ച് പിള്ളേർക്കൊന്നും അതൊരു മാതൃകയാക്കാൻ. അതുപോലെ എന്താണ് വാഴത്തോപ്പിലിരിപ്പ്, അതായത് ഒരു ബൗണ്ടറീസും ഇല്ലാത്തുള്ളൊരു പ്രണയ കഥകൾ, അതൊന്നും അതിൽ നിന്ന് കോപ്പി അടിക്കാൻ പിള്ളേരെ ഒന്നും ഫാമിലി അനുവദിക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സംശീകരിച്ചെടുക്കുക, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക, അല്ലാത്തതൊക്കെ ചവറ്റുകുട്ടയിലേക്കേ എറിഞ്ഞു കളഞ്ഞേക്കുക. അത്രേ ഞാൻ പറയാനുള്ളൂ. എനിക്ക് ഇതൊരു റിയാലിറ്റി ഷോ കാണാനൊക്കെ രസമുണ്ട്, എല്ലാവരും പറയും ബിഗ് ബോസ് ഭയങ്കര ഫേമസ് ആണെന്ന് അറിഞ്ഞ് ഞാനതൊന്നും കാണാറില്ലായിരുന്നു. റീസെൻ്റ്ലി ഒത്തിരി ന്യൂസിലൊക്കെ ഇങ്ങനെ പുതിയ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെന്താണാവെന്ന് അറിയാനായിട്ടൊന്ന് നോക്കിയതാണ്. അപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടി, ഇതാണല്ലേ ബിഗ് ബോസ് എന്ന്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിക്ക് ഒരു ഗുണവും ചെയ്തു കൊടുക്കുന്നില്ല. ചെയ്യണമെങ്കിൽ അത് അവർ അതിൽ ചേഞ്ച് വരുത്തണം. എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? എന്താണ്? ആത്മസംയമനം, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള, മറ്റുള്ളവരുടെ തെറ്റുകൾ തുറന്നു പറയാനുള്ള മനസ്ഥിതി, ചങ്കൂറ്റം. എന്നാൽ അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ എതിർത്ത് പറയുമ്പോൾ അത് അവർ ചാടിക്കടിച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ അവിടെ ആത്മസംയമനം പാലിക്കാനുള്ള കഴിവ്. പിന്നെ നല്ല രീതിയിൽ നല്ല, അതായത് ഈ പറയുന്ന ആൾ നല്ലൊരു പേഴ്സണാലിറ്റി കാണിക്കണം അവിടെ. അല്ലാതെ കുത്തിത്തിരിപ്പ്, പുറകിൽ നിന്ന് കുത്ത്, നുണ, കാപട്യം, ഇതൊന്നും പാടില്ല. എല്ലാത്തിനും ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്ക് വേണം ബെസ്റ്റ് കപ്പ് കൊടുക്കേണ്ടത്.